ഹലോ എവ്രി വൺ, കെയർ മിമം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ PCOD ആൻഡ് പ്രഗ്നൻസി, അതായത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ, ഒരു 6 മിനിറ്റിൻ്റെ എന്തോ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചെറിയൊരു പോർഷൻ മാത്രം കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കൊമൻസ് കണ്ടായിരുന്നു. അപ്പം അതിനുള്ളൊരു റിപ്ലൈയും കൂടി ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനകത്ത് പ്രത്യേകം എടുത്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ എക്സസൈസ് ആണ് ചെയ്തിരുന്നത്, അതുപോലെ തന്നെ ഞാൻ യോഗ ചെയ്ത കാര്യമൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ യോഗയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്, അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. PCOD, PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പേരാണിപ്പോൾ. പ്രത്യേകിച്ചും സ്ത്രീകളിലാണ് ഈ ഒരു രോഗം കാണുന്നത്. പീരീഡ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾ മുതൽ മുതിർന്ന സ്ത്രീകൾ വരെയും ഇന്നിപ്പോൾ ഈ ഒരു രോഗത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഭൂരിഭാഗം പേരും ഈ ഒരു രോഗത്തിനെ കുറിച്ച് അവെയർ ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് പീരീഡ്സ് മിസ്സാവുക, അല്ലെങ്കിൽ നമുക്ക് പീരീഡ്സ് മാസത്തിൽ 2 ടൈംസോ 3 ടൈംസ് ഒക്കെ വരാം. നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങള്, നമുക്ക് ഒബിസിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ വല്ലാണ്ട് വണ്ണം കുറഞ്ഞു പോകുന്നുണ്ട്, നമ്മുടെ വെയിറ്റ് ലോസ് വരുന്നത്, അതെല്ലാം PCODയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. PCOD ഉള്ളവർക്ക് മാത്രമേ എന്ന് ഞാൻ പറയുന്നില്ല, PCODയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പൊ എന്റെ എക്സ്പീരിയൻസിലാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, അത് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ പീരീഡ്സ് ഒക്കെ ആയിട്ടുള്ള പെൺകുട്ടികളുള്ള ഫാമിലീസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ കസിൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് PCOD എന്താണെന്നുള്ളത് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം. അത് ശ്രദ്ധിക്കണോ വേണ്ടിയെന്നുള്ള കാര്യമാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് പറയുന്നത്. ഈ നമുക്ക് പീരീഡ്സ് സ്കിപ്പ് ആവുന്നത്, മന്ത്ലി നമുക്ക് സ്കിപ്പായി പോകുന്നത്, 1 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ പീരീഡ്സ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് വീക്കിലി എന്താ പറയുക ലേറ്റ് ആയിട്ട് പീരീഡ്സ് വരാം, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് നമ്മളൊരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ട്രീറ്റ്മെന്റ് മീൻസ് ഡോക്ടർ കണ്ടിട്ട് വേറെ സ്കാനിങ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ എഴുതുള്ളൂ. അപ്പോൾ ഡോക്ടർ അഷ്യൂർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട. അതല്ല, നമ്മൾ നേരത്തെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കാരണം എനിക്ക് പീരീഡ്സ് ആയത് ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ഒരു വെക്കേഷൻ പീരീഡിലാണ്. അന്നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് അഡോളസെന്റ് ക്ലാസ് ഒക്കെ കിട്ടുമായിരുന്നു. അതായത് ഈ മറ്റേ MSWയിലൊക്കെ പഠിക്കുന്ന ചേച്ചിമാരൊക്കെ ആ സമയത്ത് വന്ന് നമുക്ക് ക്ലാസ് എടുത്ത് തരുമായിരുന്നു. അവർക്ക് സെമിനാർ പേപ്പർ, ഒരു ടോപ്പിക്, ഇങ്ങനെയുള്ള അഡോളസെന്റ് പേപ്പർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം അവർ വന്നിട്ട് നമുക്ക് ഇങ്ങനെ വിഷ്വലി ആണെന്നുണ്ടെങ്കിൽ, അതായത് വെച്ചാൽ നമുക്ക് ചാർട്ട് പേപ്പർ മോഡൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു ഇതാണ് പീരീഡ്സ് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് ആയ സമയത്ത്, എന്നെ സംബന്ധിച്ച് പീരീഡ്സ് ആയ സമയത്ത് ബ്ലഡ് സൈൻ കണ്ടപ്പോൾ നമുക്കറിയാം ഇത് പീരീഡ്സ് ആണെന്നുള്ളതൊക്കെ. പക്ഷേ നമുക്ക് ഈ പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ്, അതായത് നമുക്ക് എല്ലാ മാസവും പീരീഡ്സ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഫ്യൂച്ചറിലെ ബുദ്ധിമുട്ടുകൾ, അതിനെക്കുറിച്ചെല്ലാം അവെയർ ആയിരുന്നില്ല ഞാനത് അവെയർ ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിലായിരുന്നു. അതായത് 2008 ഞാൻ വർക്കിന് കയറിയ സമയത്ത് എൻ്റെ റൂംമേറ്റിനോടാണ് ഞാൻ ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്കിതുപോലെ തന്നെ പീരീഡ്സ് ഇങ്ങനെ റെഗുലർ ആയിട്ട് വരുന്നില്ല, സ്കിപ്പായി പോകുന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് അവൾക്ക് ഓൾറെഡി ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളായിരുന്നു. അവൾ ഡോക്ടറെ കണ്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞേടി ഇതുപോലെ PCOD എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്, നമ്മുടെ പീരീഡ്സ് ഇങ്ങനെ സ്കിപ്പായി പോവുക, 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് പീരീഡ്സ് വരാം, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ സ്കാനിങ് ഒക്കെ ചെയ്ത് വേറെ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അതല്ല ഡോക്ടർ എന്തെങ്കിലും മെഡിസിൻ എഴുതുന്നുണ്ടെങ്കിൽ അത് കഴിക്കണം. കാരണം വെച്ചാൽ ഈ ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ട് വരും, കൺസീവ് ആവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് അവള് പറഞ്ഞാൽ അറിയുന്നതും. പിന്നെ അത് വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞ്, ഞാൻ ഇതിനു മുകളിൽ വീഡിയോയിൽ സൂചിപ്പിച്ചായിരുന്നു ഈ കാര്യമൊക്കെ. നമ്മൾ ഫിസിഷ്യനെ പോയി കണ്ടാദ്യം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാനത് കുറച്ച് കാര്യമൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ ഞാൻ വേണമെങ്കിൽ മെയിലിൽ കൊടുത്തേക്കാം, അതിന്റെ ലിങ്ക്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് 2018 ഞാൻ ഈ PCOD കുറിച്ച് അവെയർ ആവുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതായത്
ഇപ്പോഴത്തെ പെൺകുട്ടികളോട്, പീരീഡ് ആയ പെൺകുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പീരീഡ്സ്, അതായത് എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് പീരീഡ്സ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് എത്ര ദിവസമാണ് പീരീഡ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ചെക്ക് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മുടെ പാരന്റ്സിന്, അമ്മയോട് പറയാം. അമ്മയോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ട് നമുക്ക് വേറെ കുഴപ്പമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്വമാണ്. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോ കുറച്ചും കൂടി എന്താ പറയാ അഡ്വാൻസ്ഡ് ആണ് കുറെ കാര്യങ്ങളിലെല്ലാം. അപ്പോൾ നേരത്തെ കൂട്ടി നമ്മൾ ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. PCOD എന്താണെന്നുള്ളത്, PCOD എന്തെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റും. എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് എന്റെ കടമ എന്നുള്ള ബോധം നമുക്ക് എല്ലാവർക്കും വേണം. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് മാക്സിമം പീരീഡ്സ് ആയി കഴിഞ്ഞ് പെൺകുട്ടികളുള്ള ആളുകൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. കാരണം ഞാനൊക്കെ ശ്രദ്ധിക്കാണ്ട് പോയത് കൊണ്ട് നമുക്ക് കുറച്ച് ടൈം എടുത്ത് ഇത് ക്യൂർ ആവാനായിട്ട്. അപ്പോൾ ഇത് മെയിൻ ആയിട്ട് വെച്ചാൽ നമുക്ക് ഗുളിക കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടർ കണ്ടതിന് ശേഷം പറയുള്ളൂ. പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, അതായത് നമ്മുടെ ഫുഡിൽ വരുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് അധികം കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയിട്ടുള്ള ഐറ്റംസ്, നമ്മുടെ പഞ്ചസാരയുടെ അളവൊക്കെ അധികം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ഉറക്കം ഇതിൽ വളരെ പ്രധാനമാണ്. ഉറക്കത്തിന്റെ അളവ് എന്ന് വെച്ചാൽ ഒരു ദിവസം 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ കിടന്നുറങ്ങണം എന്ന് പറയുന്നത്. അപ്പൊ അതിലൊക്കെ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പൊ മൊബൈലൊക്കെ നോക്കി മൊബൈൽ അഡിക്ഷനിലൊക്കെ പോണ പിള്ളേരൊക്കെ ഉണ്ട്. ഇപ്പൊ അവരുടെ ഉറക്കം എന്ന് പറയുന്നത് 2-3 മണിക്കൂറൊക്കെ ആയിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെൺകുട്ടികളിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഹോർമോണൽ ചേഞ്ചസ് വരും. ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ തന്നെ എനിക്കൊക്കെ എന്ന് വെച്ചാൽ ജസ്റ്റ് ഹോർമോൺ ചേഞ്ചസ് വന്നിട്ട് താഴെ രോമങ്ങൾ ഉണ്ടാവുമായിരുന്നു. അതുപോലെ തന്നെ മീശയിൽ നല്ലപോലെ രോമം ഉണ്ടായിരുന്നു. ഹെയർ ഗ്രോത്ത് നല്ലപോലെ ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. ഞാനത് ഫുഡെല്ലാം കൺട്രോൾ ചെയ്ത്, ഇത്രയും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടാണ് എനിക്ക് നല്ല പോലെ ഇത് കുറഞ്ഞു കിട്ടിയത്. PCOD ഒരിക്കലും മാറുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷേ PCOD നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കുഞ്ഞായത്. 2019 ഞാൻ കല്യാണം കഴിച്ചത്. അതിനുശേഷം 3 വർഷം കഴിഞ്ഞിട്ട് 2022 എനിക്ക് ആദ്യത്തെ ബേബി ആവുന്നത്. അപ്പോ ആ ഒരു 3 വർഷക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ ഫസ്റ്റ് ടൈമില്, അതായത് ഡോക്ടർ കണ്ട സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഫുഡിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതൊന്നും ശ്രദ്ധിക്കാണ്ടായി. നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കുമായിരുന്നു, ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെ പിന്നെയും ഈ കുറഞ്ഞ PCOD പിന്നെയും അങ്ങ് കൂടി. പിന്നെ അത് കുറഞ്ഞു കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ BEd ചെയ്യുന്ന ടൈം കൂടിയായിരുന്നു. അപ്പോൾ നമുക്ക് യോഗ പഠിപ്പിക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മിസ് വന്നായിരുന്നു, യോഗ മാസ്റ്റർ വന്നായിരുന്നു. അപ്പൊ മിസ് കുറേ കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞു തന്നു. PCODക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന യോഗ പോസ്റ്ററുകളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് സൂര്യ നമസ്കാരം, അതുപോലെ തന്നെ ശലഭാസന, ബദ്ധകോണാസന, അങ്ങനെ 3-4 യോഗകൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് കൂടാണ്ട് ഞാൻ മാക്സിമം നടക്കാൻ, അതായത് ഒരു 30 മിനിറ്റെങ്കിലും നടക്കാനുള്ള ഇതെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആ സമയത്ത് പിന്നെ വർക്കിന് കയറി. ഇപ്പൊ നമ്മുടെ ഹോൾ ആയിട്ടുള്ള ആ ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾ എൻഗേജ്ഡ് ആയിരുന്നു. നമ്മുടെ ബോഡി കംപ്ലീറ്റ് എൻഗേജ്ഡ് ആയിരുന്നു. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അതിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമായിരുന്നു, ഫുഡ് കൺട്രോൾ ആക്കുമായിരുന്നു. ഉറക്കത്തിന്റെ കാര്യത്തിലെല്ലാം കൺട്രോൾ വന്നപ്പോൾ എൻ്റെ PCOD നോർമൽ ആവാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എനിക്ക് കൺട്രോൾ ആവാൻ തുടങ്ങി. PCOD പീരീഡ്സ് എല്ലാം കറക്റ്റ് ആ ഒരു വീക്കിൽ, നമുക്ക് ആ മന്ത്ലി ആ ഒരു ടൈം ഒരു 2-3 ദിവസമൊക്കെ ജസ്റ്റ് വ്യത്യാസം വരുമെന്നുണ്ടെങ്കിലും കറക്റ്റായി വന്നു തുടങ്ങിയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഈ ഒരു PCOD കുറഞ്ഞു കിട്ടിയത്, പ്രഗ്നന്റ് ആവാൻ പറ്റിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ പ്രഗ്നൻസിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് PCOD സെക്ഷൻ സെപ്പറേറ്റ് ചെയ്തതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സെക്ഷൻ വേറെ സെപ്പറേറ്റ് വീഡിയോ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ പീരീഡ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് മദർഹുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ കാണുന്നത്. അതായത് ബേബി ഫുഡ്, ബേബി കെയർ, നല്ല പ്രഗ്നൻസി കെയർ ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസ്. ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കാം. യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഇനി വരാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നൻസിയുടെ കേട്ടോ, പ്രഗ്നൻസി വീഡിയോ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ഗുഡ് ബൈ.